ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തിന് ഇടങ്കോലിടുന്ന കേന്ദ്ര നടപടികൾ കടിഞ്ഞാനിടുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. കേരളത്തിന്റെ ആവശ്യത്തെ കൂടി അംഗീകരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. കേന്ദ്ര സർക്കാരിനുള്ള താക്കീതാണ് സുപ്രീം കോടതി വിധിയെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ 23 മാസമാണ് നമ്മുടെ ബില്ലുകൾ പിടിച്ചുവെച്ചത്. 23 മാസം പിടിച്ചുവെച്ചു, 18 മാസം, 14 മാസം, 13 മാസമെല്ലാം പിടിച്ചുവെക്കുക എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെ കാര്യത്തിൽ ചെയ്തത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതിൽ കേരളത്തിനും സമാനമായ കേസുണ്ട്. സുപ്രീം കോടതി അത് ഇന്നും പരിഗണനയ്ക്കെടുത്തിരുന്നു. ഈ വിധിയെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്? നിയമമന്ത്രിയുടെ പ്രതികരണം അതിൽ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണം അതിൽ ഉണ്ടാകുമല്ലോ. തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ആശ്വാസം നൽകുന്ന വിധി എന്നതാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഒക്കെ സമയത്ത് ഉണ്ടായ വിധി എന്ന നിലയിൽ രാഷ്ട്രീയമായി കൂടി കേരള സർക്കാർ അതിനെ ഉപയോഗിക്കുമെന്നത് ഉറപ്പാണല്ലോ, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഈ സംഭവത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം BJP ഇതര സംസ്ഥാനങ്ങളെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ ഇടപെടലുകൾക്ക് അതേപോലെ തന്നെ അവരെ വരുതിയിലാക്കാനും ഭയപ്പെടുത്താനും ഒക്കെ ഗവർണർമാരെ ഉപയോഗിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള രാഷ്ട്രീയ ആക്ഷേപം ശക്തമാണ്. മാത്രവുമല്ല, അത് ഈ BJP ഇതര സംസ്ഥാനങ്ങളുടെ ഒരു സഖ്യമായി കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സഖ്യ വിഷയമായി കൂടിയൊക്കെ ആ വിഷയം ഗവർണർമാരുടെ ഇടപെടൽ വന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ് 2022, 2023, 2024 കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ബില്ലുകൾ അനന്തമായി ഏതാണ്ട് 1 വർഷം മുതൽ 2 വർഷമൊക്കെ പിടിച്ചുവെക്കുന്നത്. ലോകായുക്ത ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതെ പിന്നീട് ഒരൊറ്റ ബില്ല് മാത്രമായി മടക്കി അയക്കുന്നതും അതിനുശേഷം സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് പിന്നാലെ ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന അസാധാരണമായ ചില നീക്കങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും 2 തട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമൊക്കെ തുടങ്ങുകയും ചെയ്തത്. പിന്നാലെ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി അടക്കമുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്തുകൊണ്ട് അതൊരു ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട്, ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നു കയറാൻ അതല്ലെങ്കിൽ ഒരു നിയമസഭ പാസാക്കിയ അധികാരത്തിലേക്ക് ബില്ലുകളുടെ അധികാരത്തിലേക്ക് കടന്നു കയറാനടക്കം ഗവർണർ നീക്കം നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഹർജിയിൽ കേരളം സുപ്രീം കോടതിക്ക് മുൻപിൽ എത്തിച്ചത്. പ്രത്യേകിച്ച് ഈ പൊതു ആരോഗ്യ ബില്ലടക്കം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിടുന്ന ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്ന നടപടി ജനങ്ങളോടും നിയമസഭാംഗങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ബില്ലുകളിൽ 3 മാസത്തെ ഒരു സമയപരിധി അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് BJP ഇതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു വലിയ ആശ്വാസമാണ്. കേരളത്തെ സംബന്ധിച്ച നിയമമന്ത്രി പി രാജീവ് പറഞ്ഞതുപോലെ തന്നെ കേരളം ഉയർത്തിയ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനുകൂലമായ ഒരു നീക്കം, അത് കേരളത്തിന്റെ കേസല്ലെങ്കിൽ പോലും ഒരു അനുകൂലമായ നീക്കം ഇപ്പോൾ തമിഴ്നാട് ഗവർണറുടെ കാര്യത്തിൽ ഉണ്ടായി. 3 ഓപ്ഷനുകളിൽ, അതായത് ബില്ലുകൾ രാജ്ഭവന് മുൻപിലേക്ക് വരുമ്പോൾ സാധാരണയുള്ള 3 ഓപ്ഷനുകൾക്ക് അപ്പുറത്തേക്ക് അനന്തമായി അല്ലെങ്കിൽ ഒരു വലിയ കാലത്തേക്ക് ആ ബില്ലുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് നിയമസഭയെ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനത്തിനേറ്റ തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയമവൃത്തങ്ങൾ ഇന്നത്തെ സുപ്രീം കോടതി വിധിയെ അവർ വിലയിരുത്തുന്നത്. വിജയകുമാർ. ശരി ഷഫീദ്, ഗവർണർക്ക് വീറ്റോ അധികാരമില്ല, അനന്തമായി ബില്ലുകൾ നീട്ടിവെക്കാൻ കഴിയില്ല, സമയക്രമം നിശ്ചയിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കേരളവും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ വിധി ആ നിലയ്ക്ക് വേറൊരർത്ഥത്തിൽ കേരളത്തിന് കൂടി ബാധകമാണ് എന്നാണ് നിയമമന്ത്രി പ്രതികരിച്ചത്. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങളും ഈ സുപ്രീം കോടതി വിധിക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടാകും.